കേരളം ഇപ്പോൾ കാണുന്നത് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മലക്കം മറിച്ചിൽ CPM നടത്തുന്നതാണ്. CPM ഇപ്പോൾ ഏത് റൂട്ടിലാണ് എന്ന് ചോദിച്ചാൽ അത് വിപ്ലവത്തിന്റെ റൂട്ടല്ല. അവർ ഇപ്പോൾ നടത്തുന്നത് സാക്ഷാൽ വീട്ടിലേക്കുള്ള റൂട്ടാണ്. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പാർട്ടി പരിപാടി നടത്തുന്നത് എത്ര പ്രതിഷേധാർഹമായ കാര്യമാണ്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം കൊടുത്ത ആ വലിയ അടി കിട്ടി കവിൾ വീർത്തിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ. ആ വീക്കം മാറുന്നതിന് മുൻപേ ഇതാ അടുത്ത പണി വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ്. തദ്ദേശത്തിൽ കിട്ടിയ തോൽവിയുടെ കാരണം ഭരണവിരുദ്ധ തരംഗമില്ലെന്ന് സ്വയം വിശ്വസിക്കുന്ന CPM എന്ന പാർട്ടിക്കറിയാം സംഗതി അത്ര പന്തിയല്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പാർട്ടി സഖാക്കൾ ഇതാ ഗൃഹ സന്ദർശനത്തിനായി ഇറങ്ങുന്നത്. തർക്കിക്കാൻ നിന്നാൽ ജനങ്ങൾ തിരിച്ചടിക്കുമെന്നും ഉറപ്പായതോടെയാണ് ഈ നീക്കം. അതിന്റെ ഭാഗമായി എന്തായാലും AKG സെന്ററിൽ നിന്ന് പുതിയൊരു ഐറ്റം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു സർക്കുലർ, ഒരു മാർഗനിർദ്ദേശമാണ് ഇത്. വെറും ഒരു സർക്കുലർ അല്ല. ഗൃഹ സന്ദർശന സമയങ്ങളിൽ വരാനിരിക്കുന്ന തല്ലൊഴിവാക്കാൻ പാർട്ടി പടച്ചുണ്ടാക്കിയ ഒരു ഒന്നാന്തരം നയതന്ത്ര ഗൈഡാണിത്. അതെന്തിനാ? വീടിന്റെ പടിവാതിൽക്കൽ ചെല്ലുമ്പോൾ എങ്ങനെ വാലു ചുരുട്ടിയിരിക്കണം, ഇല്ലാത്ത വിനയം മുഖത്ത് വരുത്തി എങ്ങനെ ചിരിക്കണം, ചോദ്യങ്ങൾ കൊണ്ട് വീട്ടുകാർ കുരുക്കുമ്പോൾ എങ്ങനെ അഷ്ടവക്രനെ പോലെ ഉരുണ്ട് കളിക്കണം, കൃത്യമായ പ്ലാൻ വേണ്ടേ? എങ്കിലല്ലേ തങ്ങളുടെ അരുമ സഖാക്കൾക്ക് ജനങ്ങൾക്ക് മുൻപിൽ പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കൂ. അപ്പോൾ അതിനുള്ളതെല്ലാം അതിലുണ്ട്. 10 പേജുള്ള ഒരു ആധികാരിക രേഖയാണ് സഖാക്കൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനെ പെരുമാറ്റച്ചട്ടം എന്നാണ് അവർ വിളിക്കുന്നത്. പക്ഷേ സത്യത്തിൽ അത് ജനത്തിന് മുന്നിൽ മുട്ടിലിടയാനുള്ള ഒരു വിനയ സർക്കുലർ മാത്രമാണ്. അഹങ്കാരവും ആക്രോശവും പുറത്തെടുത്താൽ അടി കിട്ടുമെന്ന ഉറപ്പുള്ളത് കൊണ്ട് വിപ്ലവ വീര്യം തൽക്കാലം ചായ്പിൽ കെട്ടിയിട്ട് പാവം സഖാക്കളായി വീടുകളിലേക്ക് ഇറങ്ങാൻ പാർട്ടി അരുമ സഖാക്കളെ നിർബന്ധിതരായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ സർക്കുലറിലെ ഓരോ വരിയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും CPM എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്ന്. ആദ്യം തന്നെ പെരുമാറ്റച്ചട്ടത്തിലെ ഒന്നാമത്തെ റൂൾ ശ്രദ്ധിക്കുക. ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആ പഴയ കട്ട സഖാവിനെ ഓർമ്മയുണ്ടോ? നിനക്ക് പാർട്ടി എന്താണെന്ന് അറിയാമോടോ എന്ന് ചോദിച്ച് കൈ ചുരുട്ടി വരുന്ന ആ പരുക്കൻ ഭാവം ഇനി വേണ്ടെന്ന് വെക്കണം. കാരണം ജനങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചോദ്യങ്ങളുണ്ട്, ചിലപ്പോൾ ചൂലുമുണ്ടാകും. അതുകൊണ്ട് ജാഗരൂപരായിരിക്കണം സഖാക്കളെ എന്നാണ് സർക്കുലർ മുന്നറിയിപ്പ് നൽകുന്നത്. സർക്കുലറിൽ പറയുന്നു, ജനങ്ങൾ എന്തു പറഞ്ഞാലും ക്ഷമയോടെ കേൾക്കണം. വീട്ടുകാർ സഖാവിനെ ശകാരിച്ചാലും ശരിയാണ് ചേട്ടാ, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് തലയാട്ടണം. അതായത് സിംഹം ഇപ്പോൾ പുല്ല് തിന്നാൻ പഠിക്കുകയാണ്. എന്തിനു വേണ്ടി? വോട്ട് എന്ന ആട്ടിൻകുട്ടിയെ പിടിക്കാൻ. ഇനി അടുത്തത്, വീടുകളിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ശബരിമല സ്വർണക്കൊള്ളയും ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റും എന്തായി? ഇതിന് മറുപടി കൊടുക്കാൻ പാർട്ടി ഒരു കിടിലൻ സ്ക്രിപ്റ്റ് നൽകിയിട്ടുണ്ടത്രേ. പത്മകുമാറിന്റെ തെറ്റിന്റെ സ്വഭാവം അന്ന് വ്യക്തമായിരുന്നില്ലത്രേ. ആഹാ, കൊള്ളാമല്ലേ? പാർട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ ഒരു 10 വർഷമെങ്കിലും എടുക്കും. ജയിലിൽ പോയിട്ടും ഉചിതമായ സമയത്ത് നടപടിയെടുക്കാമെന്ന് പറയുന്നതിലെ ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് സമ്മതിക്കണം. സഖാവ് സ്വർണമെടുത്തോ എന്ന SIT ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ല എന്ന ലൈനിലാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ വിശദീകരണം. ഇത്രയും നിഷ്കളങ്കരായ ഒരു പാർട്ടി ലോകത്ത് വേറെ എവിടെയുണ്ട്? അടുത്തത് ഒരു ബാലൻസിങ് ആക്ട് ആണ്. അതെന്തെന്നാൽ സഖാക്കൾ ഹിന്ദു വീടുകളിൽ ചെല്ലുമ്പോൾ പറയണം, ഞങ്ങൾ RSSനെ എതിർക്കുന്നത് ഹിന്ദുക്കൾക്ക് എതിരല്ല കേട്ടോ. ഇനി മുസ്ലിം വീടുകളിൽ ചെല്ലുമ്പോൾ പറയണം, ഞങ്ങൾ ലീഗിനെ ചീത്ത പറയുന്നത് ഇസ്ലാമിനെതിരല്ല കേട്ടോ എന്ന്. ചുരുക്കത്തിൽ രാവിലെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ സെക്യുലറിസം, ഉച്ചയ്ക്ക് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ന്യൂനപക്ഷ സ്നേഹം. ഇനി ക്രിസ്ത്യൻ വീടുകളിൽ ചെല്ലുമ്പോൾ JB കോശി റിപ്പോർട്ട് എടുത്തങ്ങ് വീശണം. എങ്ങനെയുണ്ട്? അടുത്ത മാസം മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ ഒന്ന് തണുപ്പിക്കണം. പറഞ്ഞു വന്നത്, ഇത്രയും കാലം വെളിച്ചം കാണാത്ത റിപ്പോർട്ട് ഇപ്പോൾ വോട്ടിന്റെ മണം വന്നപ്പോഴാണ് പുറത്തെടുക്കുന്നത് എന്ന് സഖാക്കൾ സൗകര്യപൂർവ്വം മറന്നേക്കണം. പെരുമാറ്റച്ചട്ടത്തിലെ ഏറ്റവും രസകരമായ ഭാഗം ശ്രദ്ധിക്കൂ. അതെന്താണെന്നറിയാമോ? വീടുകളിലേക്ക് ചെല്ലുമ്പോൾ വീടിനകത്തിരുന്ന് സംസാരിക്കണം. ഉമ്മറത്ത് നിന്നാൽ നാട്ടുകാർ കാണും, അത് ചിലപ്പോൾ ചോദ്യങ്ങൾ വരും. അകത്തിരുന്നാകുമ്പോൾ വീട്ടുകാരെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്.
എങ്ങനെയുണ്ട്? പിന്നെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, പരിചയമുള്ളവർ സ്ക്വാഡിൽ വേണം. അതായത് അയൽക്കാരൻ സഖാവിനെ വിട്ട് ഇത് നമ്മൾ തമ്മിലുള്ള കാര്യമല്ലേ എന്ന് ചോദിപ്പിക്കണം. അത് മാത്രമല്ല, വിട്ടുപോയവരെ കാണുമ്പോൾ പഴയ ആക്രോശമൊന്നും പാടില്ല. തിരിച്ചുവരും സഖാവേ, നമ്മൾ ഒന്നല്ലേ എന്ന് പറഞ്ഞ് കൈ പിടിക്കണം. പഴയ കരിങ്കാലി വിളി ഇപ്പോൾ സ്നേഹവിളിയായി മാറിയിരിക്കുന്നു എന്നർത്ഥം. എല്ലാം ഒരു വോട്ടിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഇതിനെല്ലാം പുറമെ ഒരു കാര്യം കൂടി സഖാക്കൾ പ്രത്യേകം ചെയ്യണം. അത് മുങ്ങാൻ പോകുന്ന കപ്പലിന്റെ കപ്പിത്താനായ മുഖ്യമന്ത്രിയെ അങ്ങ് പുകഴ്ത്തണം. അങ്ങനെ പുകഴ്ത്താൻ പ്രത്യേക നിർദ്ദേശമുണ്ട്. പ്രളയം വന്നു, കോവിഡ് വന്നു, ഇപ്പോൾ ദാ സ്വർണക്കൊള്ളയും വന്നു. എന്തിനും ഏതിനും മുഖ്യമന്ത്രി മാത്രം മതി എന്ന രീതിയിൽ പുകഴ്ത്തണം. സർക്കാരിന്റെ നേട്ടങ്ങൾ പറയണം. അഴിമതിയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ കേന്ദ്ര അവഗണന എന്ന പഴയ റെക്കോർഡ് ഇട്ട് കൊടുക്കണം. അത് കേട്ട് വീട്ടുകാർ തർക്കിക്കാൻ വന്നാൽ ഉടനെ സർക്കുലറിലെ 1-ാം റൂൾ ഓർക്കണം, തർക്കിക്കരുത്. ചുരുക്കത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കുന്ന എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കണമെന്നർത്ഥം. വിലക്കയറ്റത്തെക്കുറിച്ചോ ശബരിമല സ്വർണക്കൊള്ളയെക്കുറിച്ചോ ആരെങ്കിലും വായ തുറന്നാൽ ഉടനെ നമ്മുടെ നാട് ലോകത്തിന് മാതൃക എന്ന ക്യാപ്ഷൻ എടുത്ത് പ്രയോഗിക്കണം. സത്യങ്ങൾ എത്ര കയ്പുള്ളതാണെങ്കിലും അവയെ PR വർക്കുകളുടെ മധുരം പുരട്ടി വിളമ്പാൻ സഖാക്കൾ ജാഗ്രത പാലിക്കണം. വിമർശിക്കുന്നവന്റെ വായടപ്പിക്കാൻ പഴയ പോരാട്ട വീരത്തിന്റെ കഥകൾ പറയണം. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ സൗമ്യമായി ചിരിച്ചുകൊണ്ട് അവിടം വിടണം. കാരണം വോട്ടർമാരെ പിണക്കാതെ വേണമല്ലോ അടുത്ത തവണയും ഈ കപ്പൽ കരക്കടിപ്പിക്കാൻ. അപ്പോൾ സഖാക്കളെ, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ യൂണിഫോം ഇടാത്ത വിനയാന്യതരായ കുറച്ച് സഖാക്കൾ വരും. പഴയ അഹങ്കാരമെല്ലാം പണയപ്പെടുത്തി വളരെ പാവമായി അവർ സംസാരിക്കും. പക്ഷെ ഓർക്കുക, ഇത് പാർട്ടിക്ക് സ്നേഹം കൂടിയിട്ടല്ല, മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടാണ്. സർക്കുലറിൽ ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ പഴയ അടിതടി സ്വഭാവം സഖാക്കൾക്ക് എത്ര നേരം പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് നമുക്ക് കണ്ടറിയാം. വീട്ടിൽ വരുന്ന സഖാവിനോട് പത്മകുമാറിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ കാണാം ഈ 10 പേജ് സർക്കുലർ കാറ്റിൽ പറക്കുന്നത്.